ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളുമായിട്ട് അടുപ്പം. അവൻ സന്ധ്യ കഴിഞ്ഞാലേ രമ്യയുടെ വീട്ടിലാ. രാത്രി അവിടെയാ അവന്റെ ഊണും ഉറക്കവും. വെളുപ്പിനെ അവൻ തിരിച്ചു വരൂ. രാധമ്മേ, നിനക്കാണോ ഗർഭം അതോ നിന്റെ ഭർത്താവിനാണോ ഗർഭമെന്ന്? എന്തായാലും ഇത്രയില്ലായിരുന്നു കേട്ടോ. എന്റെ ഒരു നോട്ടത്തിൽ പറഞ്ഞാലേ ഋതുമോൾ ഒരു ദേവിയും രാജു അമ്പലത്തിലെ ശല്യമായിട്ട് നടക്കുന്ന ഒരു ഭക്തനുമാ. ഇനി ഇവൻ ഇവളെ പ്രതിഷ്ഠിക്കാൻ ഒരു അമ്പലം പണിയോന്നാ എന്റെ പേടി. ഒന്ന് പോടി. ഹലോ, ശരി. ഏട്ടാ, ഒരു ചായ കൂടി വേണം. ഏയ് വേണ്ടേ അമ്മേ, കുറച്ചു മുമ്പ് കുടിച്ചല്ലേ ഉള്ളൂ. ഏട്ടൻ രാജുവിനെ കാത്തിരിക്കണോ? അതെ, എന്താ അമ്മേ? രാജു ഏട്ടനെ വിളിച്ചില്ലേ? ഇല്ല. അല്ല, ഋതുമോൾക്ക് പനിയാണ്. രാജു ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. പനിയോ? അതെ, വൈറൽ ഫീവറാ. അവളെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പനി കൂടുതലുണ്ടോ? അതറിയില്ല ഏട്ടാ. ഏട്ടൻ ഒന്ന് അവിടം വരെ പോയെങ്കിൽ നന്നായിരുന്നു. ഞാൻ നോക്കട്ടെ. എന്തായാലും പനി കൂടുതലൊന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ രാജു എന്നെ വിളിക്കുമായിരുന്നല്ലോ. യാമിനി വെക്കോ. എന്തായാലും ഞാൻ അവിടെ വരെ പോവാം. ശരി ഏട്ടാ. ഹലോ, ശരി. എന്താ സാർ? പറയാം. എടാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അതാ ഞാൻ വരാൻ വൈകിയത്. നമ്മൾ അന്വേഷിച്ച് നടന്ന ആളെ ഇന്നലെ ഞാൻ കണ്ടുപിടിച്ചു. ആരെ? ജഗനെ. ഇവിടെ വെച്ച്? പറയാം. ഞാൻ എവിടെ നടന്നാലും കുറച്ചു നാളായിട്ട് ജഗൻ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ എന്നിട്ട് ആ അങ്കിളിപ്പോ എവിടെയുണ്ട്? ഞാൻ മറ്റാരും അറിയാത്ത ഒരു സ്ഥലത്ത് ജഗനെ ആക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ജഗനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. എന്തിനാ ഈ അംബികാമ്മയുടെ മകനും കൂടി ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിന്റെ പിന്നില് എന്തെങ്കിലും കഥയുണ്ടായിരിക്കും മോനെ. അച്ഛാ, സത്യത്തിൽ ഈ കഥയില് ജഗന്നാഥന്റെ റോൾ എന്താ? വില്ലനാണോ? ഞങ്ങളൊക്കെ കൂട്ടുകാരായിരുന്നു. ജഗനൊരു വില്ലനാകാൻ സാധ്യതയില്ല. പിന്നെ മനുഷ്യനല്ലേ. എന്താ സംഭവിച്ചെന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. മഹാദേവ് വർമ്മ സാറ് മരിച്ചതിന് ശേഷം ഞാൻ സൂര്യമംഗലം വിട്ടു. വർമ്മ സാറ് മന്ത്രിയാകുന്നതിന് മുൻപ് ഞാൻ മനഃപൂർവ്വം ആകുന്നു. അച്ഛാ, എന്തായാലും ഇതെല്ലാം ഒന്ന് കണ്ടെത്തണം. ജഗനിപ്പോ നമ്മുടെ കൂടെ ഇല്ലേ? നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം.
എന്നാലും ഈ കാര്യം ഇപ്പൊ ആരും അറിയണ്ട. ഇത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. പ്രതാപ, എന്തേ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഓഫീസിലേക്ക് പോവാണോ? ഞാൻ രാജുവിനെ കാത്തിരിക്കായിരുന്നു. അപ്പോഴാ യാമിനി പറയുന്നത് രാജു വരില്ലെന്നു. ഋതുമോൾക്ക് പനിയാണെന്നു. ആ, ഞാനും ഋതികയെ കുറിച്ചൊരു കാര്യം അറിഞ്ഞു. അത് പറയാനാ ഞാനിപ്പോ വന്നേ. എന്താ ചേച്ചി? എടാ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? പ്രതാപ, രാജുവും ഋതികയും തമ്മിലാ പ്രശ്നങ്ങള്. നീങ്ങി വന്നേ. അതെ, അവര് തമ്മില് വഴക്ക് തുടങ്ങിയിട്ട് കുറെ നാളുകളായെന്നാ ഞാൻ കേട്ടെ. ആ, ഈ ഇടയ്ക്കാ അത് മറന്നേക്ക് പുറത്തു വന്നേ. എല്ലാവരും നിർബന്ധിച്ചപ്പോ അവൻ ഒരു ചടങ്ങിനെ നമ്മുടെ കുഞ്ഞിനെ കെട്ടിയതാണത്രേ. അവന് ഋതുമോളോട് അത്ര ഇഷ്ടമൊന്നും അല്ല പ്രതാപ. അവനെ നമ്മുടെ കുഞ്ഞിനെ ചതിക്കുമായിരുന്നു പ്രതാപ. അവനെ ഇപ്പോഴും ആ പലിശക്കാരി രുക്മിണിയുടെ അവരുടെ മോളുമായിട്ട് അടുപ്പം. അവൻ സന്ധ്യ കഴിഞ്ഞാലേ രമ്യയുടെ വീട്ടിലാ. രാത്രി അവിടെയാ അവന്റെ ഊണും ഉറക്കവും. വെളുപ്പിനെ അവൻ തിരിച്ചു വരൂ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. വ്യക്തി വൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തോ അങ്ങ് പറയരുത് ചേച്ചി. അത് മോശമാ. ദീപകിനെ പോലെ ഒരു വിടനും ആവാസനൊന്നും അല്ല അവൻ. അവൻ വളരെ നല്ല സ്വഭാവമുള്ള ഒരുത്തനാ. പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതറിയണം. അത് ഞാൻ തിരക്കിക്കൊള്ളാം. വെറുതെ അവന്റെ വായിരിക്കുന്ന നല്ലത് കേട്ടു. രാജുവിനെ കുറിച്ച് എന്തു പറഞ്ഞാലും ഇവൻ വിശ്വസിക്കില്ല.